മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഷീല. 1960കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ നടിക്ക് 2 പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചിരുന്നു. 1962ലാണ് MGR നായകനായ പാസം എന്ന സിനിമയിലൂടെ ഷീല തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. 1968ൽ പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ ശോഭന എന്ന കഥാപാത്രം ഷീലയുടെ താരമൂല്യം കൂട്ടിയത്. ഇതിനിടയിൽ മുൻനിര നായകന്മാരുടെയെല്ലാം നായികയാകാൻ ഷീലയ്ക്ക് സാധിച്ചു. ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പണ്ടത്തെ റീമേക്ക് സിനിമകളെക്കുറിച്ചും നടി ശാരദയെക്കുറിച്ചും പറയുകയാണ് ഷീല. ആ കാലത്ത് റീമേക്കൊക്കെ ബഹുരസമാണ്. സിനിമയുടെ സാങ്കേതിക വിദ്യയൊക്കെ വികസിക്കുന്നതിന് മുമ്പുള്ള കാലമാണല്ലോ. ഓരോ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ് തമിഴിന്റെയും തെലുങ്കിന്റെയും റീമേക്ക് ഉണ്ടാകുക. പാസം സിനിമയുടെ തമിഴിൽ ഞാനും MGRമായിരുന്നുവെങ്കിൽ തെലുങ്കിൽ MT രാമറാവുവും ശാരദയുമായിരുന്നു. ഒരു ഷോട്ട് വെച്ച് ലൈറ്റ് ചെയ്താൽ MTRും ശാരദയും പോയി അഭിനയിക്കും. അത് കഴിഞ്ഞാൽ അവർ കസേരയിൽ പോയി ഇരിക്കും. ഉടനെ ഞാനും MGRും പോയി അഭിനയിക്കും. അങ്ങനെയാണ് അന്നൊക്കെ സിനിമകളുടെ റീമേക്ക് എടുത്തിരുന്നത്. ശാരദയാണെങ്കിൽ അന്ന് തെലുങ്കിലെ ഹാസ്യ നടിയാണ്. ഇന്നത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മലയാളത്തിലേക്ക് എത്തുമ്പോൾ കണ്ണീരണിയുന്ന നായിക പരവേഷമായിരുന്നില്ലേ ശാരദയുടേത്? ഒരു തവണ റീമേക്കിനിടെ കരയാനുള്ള സീൻ എത്തിയപ്പോൾ അണിയറ പ്രവർത്തകർ ശാരദ നടിക്കട്ടെ നീങ്ക പാറുങ്കോ എന്ന് പറഞ്ഞു. കാരണം ശാരദ അന്ന് പ്രമുഖ നടിയാണ്. എനിക്കാണെങ്കിൽ അഭിനയമൊന്നും അത്ര വശമില്ല താനും. അങ്ങനെ ശാരദ ആദ്യം അഭിനയിക്കും. ഞാൻ അത് കണ്ടു മനസ്സിലാക്കും. അതേസമയം പ്രണയരംഗങ്ങളോ കുസൃതിയോ നിറഞ്ഞ രംഗങ്ങൾ വരുമ്പോൾ ആദ്യം എന്നോട് അഭിനയിക്കാൻ പറയും. ശേഷമാകും ശാരദയുടെ ഊഴം, ഷീല പറഞ്ഞു.